നല്ലൊരു തമിഴ് പടം വർഷത്തിൽ ഒരിക്കലൊക്കെ സംഭവിക്കുള്ളൂ. അത് ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ ബ്ലാസ്റ്റ് കണ്ടു നിൽക്കണം. ബ്ലാസ്റ്റ് എന്ന സിനിമയിലെ നല്ല ജീവനുള്ള അടി. ആക്ഷൻ സിനിമകളിലാകെ മിസ്സാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷനാണ്. അത് ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇമോഷൻസ്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡപ്പ്. ഒരൊറ്റ ബിൽഡപ്പ് ഉള്ളൂ എല്ലാവർക്കും. അഭിരാമിക്കൊക്കെ ഒരു ഒറ്റ ഫ്രെയിമുള്ളൂ. പക്ഷേ അത് മതിയായിരുന്നു. എത്ര കയ്യടികളാണ് വീണ് കൂട്ടിയത്. പിന്നെ അതിൽ അർജുൻ്റെ അനിയനായിട്ട് അഭിനയിച്ച ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ഫോട്ടോ ഉള്ളൂ, ആ ഒരു ഫോട്ടോ മതിയായിരുന്നു ആ ബിൽഡപ്പ്. ഇതിൽ മറ്റേ സിനിമേൻ്റെ റൂട്ട് പ്രൊഡ്യൂസറുടെ പേര് എഴുതി കാട്ടണ മുതൽ ഇവിടം വരെ സിനിമ അവസാനിക്കുന്ന വരെ ബിൽഡപ്പ് മാത്രം കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ഇതാണ് ആക്ഷൻ ത്രില്ലർ. ഇവിടെ രവി ബസൂർ പണിയിരിക്കുന്ന പണ്ണലുണ്ട്. അത് ഒന്നൊന്നൊരു പണ്ണലാണ് ഇത്. ഇവിടെ പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഫുൾ ഒഴിഞ്ഞാട്ടം. എൻ്റെ എന്തിൻ്റെ പേര് അവനിൻ്റെ പ്രീതി മുകുന്ദൻ. പ്രീതി മുകുന്ദൻ്റെ ഫുൾ ഒഴിഞ്ഞാട്ടമായിരുന്നു. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ആ പെണ്ണിൻ്റെ മുഖത്ത് ഇതുവരെയായിട്ട് ഞാൻ ഒരു എക്സ്പ്രഷനും അങ്ങനെ കണ്ടിട്ടുണ്ടായില്ല. ഞാൻ കുറേ സിനിമ ആ പെണ്ണിൻ്റെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു മുഖത്തൊക്കെ ചാർജായ കൂട്ട്. എന്തൊരു സാഗാണ്, ഭയങ്കര ക്യൂട്ടുമാണ്, ഭയങ്കര സാഗമാണ് അല്ലേടാ. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായി. പിന്നെ അഭിരാമിയുടെ ഇന്റർവെൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. അത് ഒരൊറ്റ ബിൽഡപ്പ് ഉള്ളൂ, ബാക്കി ഫുള്ളും കൈയടിയാണ്. വേഷത്തിൻ്റെ ഒക്കെ റെഫറൻസ് ഒക്കെ ആണെങ്കിൽ നന്നായിരുന്നു. പിന്നെ ബ്ലാക്ക് ഹ്യൂമറൊക്കെ വർക്ക് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് തൊട്ട് എനിക്ക് മനസ്സിലായത് നമ്മളുടെ ചില ദൃശ്യത്തിൻ്റെ കുറേ ഡ്രാമാറ്റിക് പരിപാടി കുറച്ച് പിടിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ബ്ലാക്ക് ഹ്യൂമറിലേക്ക് അവർ ഇറങ്ങുകയാണ് ചെയ്തത്. ഇതിൽ വില്ലൻ പ്രതീക്ഷിക്കാത്തൊരു വില്ലൻ, ആദ്യമായിട്ട് കാണാത്തൊരു വില്ലനാണ്. പ്രതീക്ഷിക്കാത്ത നമുക്ക് ഫസ്റ്റ് തന്നെ കാണുമ്പോൾ അയ്യോ ഈ നത്തോലിക്ക് വേണ്ടി എന്തിനാണ് ഇത്രയും നല്ല ബീജം കൊടുത്ത് നമുക്ക് തോന്നും. പക്ഷേ ഒരു സീനുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോഴോ വില്ലനൊക്കെ വരുമ്പോഴേക്കും ഒരു ബിൽഡപ്പ് ഉണ്ട്. എന്നാലും ഗംഭീരമായിരുന്നു ഈ സിനിമ. എല്ലാം കൊണ്ട് ഒരു മികച്ച സിനിമയായിരുന്നു. നോൺ ലീനിയർ സ്ട്രക്ചറാണ് ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. നല്ലൊരു തമിഴ് പടം വർഷത്തിൽ ഒരിക്കലൊക്കെ സംഭവിക്കുള്ളൂ. അത് ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ബൈ ബൈ, ശുഭദിന ശുഭാശംസകൾ.